കനത്ത മഴയ്ക്കും കാറ്റിനുമിടെ മേഖലയിൽ വ്യാപക നാശം. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മേഖലയിൽ ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടി വേനൽമഴ പെയ്തിറങ്ങിയത്. കനത്ത കാറ്റിൽ പലയിടത്തും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മഴക്കാലത്തെ പോലും വെല്ലുന്ന മഴയാണ് മേഖലയിൽ പെയ്തിറങ്ങിയത്. ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ പൊട്ടിവീണു. വാണിയമ്പലത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ ഷീറ്റുകൾ മഴയിൽ പാറിപ്പോയി. റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്കും ബൈക്കുകൾക്കും മേലെ മരക്കൊമ്പുകൾ പൊട്ടിവീണ് നാശനഷ്ടമുണ്ടായി. നിലമ്പൂർ വല്ലപ്പുഴയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം തന്നെ അന്തരീക്ഷം മൂടിക്കിട്ടിയ നിലയിലായിരുന്നു. 3 മണിക്ക് ശേഷമാണ് കനത്ത കാറ്റ് അനുഭവപ്പെട്ടത്. പിന്നാലെ ഇടിമിന്നലും ശക്തമായ മഴയുമെത്തി. പലയിടത്തും കനത്ത മഴയിൽ ആലിപ്പഴങ്ങൾ വീണു. കഴിഞ്ഞ ദിവസം വേനൽ മഴ ലഭിച്ചെങ്കിലും 15 മിനിറ്റിന് താഴെ മാത്രമാണ് പെയ്തത്. 1 മണിക്കൂറോളം സമയം പലയിടത്തും മഴ ലഭിച്ചു. തുടർച്ചയായി വീണ്ടും കനത്ത മഴ പെയ്തത് ചൂടിന് കുറവ് അനുഭവപ്പെടുന്നതോടൊപ്പം കാർഷിക മേഖലയ്ക്കും ഉണർവാകും. വറ്റിത്തുടങ്ങിയ കിണറുകളിൽ ജലവിതാനം ഉയരും. വരും ദിവസങ്ങളിലും വേനൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത്. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുന്ന ജനങ്ങൾക്ക് വേനൽ മഴ വലിയ ആശ്വാസമാകും. ന്യൂസ് നൗ സ്വന്തം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.